കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. രാമ 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 രാമ. രാമായണ പൊരുളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. രാമായണത്തിൻ്റെ പൊരുൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തുന്ന അനുഭവമാണ്. അതിലേക്ക് എത്തിച്ചേരാൻ എത്രയെത്ര ആഴത്തിൽ രാമായണത്തെ പഠിക്കേണ്ടിയിരിക്കുന്നു. രാമനെന്ന നാമം നമ്മയെല്ലാം എന്തെന്നില്ലാത്തതായ ഒരു അനുഭൂതിയിലേക്ക് നയിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. ഒരു മഴ പെയ്യാൻ തുടങ്ങിയതുപോലെയാണ് രാമായണ കഥ കേൾക്കാൻ തുടങ്ങുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന അനുഭവം. ദശരഥ മഹാരാജാവിൻ്റെ ധർമ്മപത്നിമാരിൽ ഈശ്വരൻ തന്നെ രാമ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരായി അവതരിച്ചു. അവരുടെ ബാല്യകാലം വാത്മീകി രാമായണത്തിൽ വിസ്തരിച്ചൊന്നും ബാലലീല വർണ്ണിക്കുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് കൃഷ്ണാവതാര സമയത്ത് ഈ രാമാവതാരം പോലെ തന്നെ അവിടെ ദേവകിയുടെ സ്തുതി, വസുദേവരുടെ സ്തുതി, എല്ലാ സ്തുതികളിലും ഈശ്വരൻ മനുഷ്യനായി അവതരിക്കുന്നതിൻ്റെ നമ്മുടെ യുക്തികളെ കൊണ്ട് മനസ്സിലാക്കിയെടുക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കാത്ത അനുപമമായ ഒരു ഭക്തി നിർഭരതയാണ് ഈ സ്തുതികളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. രാമാവതാര സമയത്തും കൗസല്യാദേവിയുടെ സ്തുതി, അതിനുശേഷം കൃഷ്ണനും നമ്മൾ രാമാവതാരത്തിൽ കേട്ടതുപോലെ ദേവകിയുടെ അഭ്യർത്ഥനയനുസരിച്ച് മായയെ ആശ്രയിച്ച് ഒരു കൊച്ചുകുട്ടിയുടെ രൂപം പൂണ്ടു എന്ന് ഭാഗവതത്തിലെ കഥ. സാധാരണഗതിയിൽ കൃഷ്ണാവതാര കഥ കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളത് കൃഷ്ണൻ്റെ ബാലലീലയാണ്. രാമാവതാരത്തിലാകട്ടെ വാത്മീകി രാമൻ്റെ ആ ബാല്യകാലത്തെക്കുറിച്ച് കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിച്ച് വസിഷ്ഠ മഹർഷിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് എല്ലാ വേദ ഉപനിഷത്തുകളും അഭ്യസിച്ച് ധനുർവിദ്യ അഭ്യസിച്ച് കുമാരഭാവത്തിലെത്തിച്ചേർന്ന രാമൻ്റെ കഥയാണ് പിന്നീട് നമ്മൾ കേൾക്കുക. അധ്യാത്മരാമായണത്തിൽ മൂലഗ്രന്ഥത്തിൽ രാമൻ്റെ ബാലലീല ചെറുതായി ഒന്ന് വർണ്ണിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് കൃഷ്ണൻ്റെ ബാലലീല ഓർമ്മ വരികയും ചെയ്യും. ഇന്നേവരെ നമ്മൾ രാമായണം പരിചയപ്പെട്ടിട്ടുള്ളത് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലൂടെയാണ്, അധികം ആളുകളും. പിന്നെ വാത്മീകി രാമായണം വായിച്ചിട്ടുള്ളവരും ഉണ്ടാകാം. പക്ഷേ കിളിപ്പാട്ടിലുമാകട്ടെ വാത്മീകി രാമായണത്തിലുമാകട്ടെ രാമബാലലീല വർണ്ണിച്ചിട്ടില്ല. അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിൽ അതിൻ്റെ വർണ്ണന എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. രാമൻ സർവാഭരണ വിഭൂഷിതനായി ഓടി നടക്കുന്ന രംഗം വർണ്ണിക്കുകയാണ് അധ്യാത്മരാമായണകാരൻ.
ഭാലേ സ്വർണമയാശ്വത്ഥപർണമുക്താഫലപ്രദം കണ്ഠേ രത്നമണിവ്രാത മധ്യദ്വീപിനഖാഞ്ചിതം കർണയോ സ്വർണസമ്പന്നരത്നാർജുനസടാടുകം ശിഞ്ചാനമണിമഞ്ജീരകടിസൂത്രാംഗദൈർവൃതം സ്മിതവക്ത്രാൽപദശനമിന്ദ്രനീലമണിപ്രഭം. നെറ്റിയിൽ സ്വർണാഭ തേടുന്ന അരയാലിലകൾ പോലെ മനോഹരമായിരിക്കുന്നതായ ആ അലങ്കാരങ്ങൾ, മുത്തുകൾ മണിമണിയായി അലങ്കരിച്ചിരിക്കുന്നു. കിരീടത്തിൽ കഴുത്തിലിട്ട മാലകൾ, അതിൽ പുലിനഖം വെട്ടിത്തിളങ്ങുന്നു. കാതിൽ ഈ അർജുന വൃക്ഷങ്ങളുടെ ഫലങ്ങൾ പോലെയുള്ള കുണ്ടലങ്ങൾ തൂങ്ങിയാടുന്നു. അങ്ങനെ സർവാഭരണ വിഭൂഷിതനായിരിക്കുന്ന ആ ബാലരാമൻ കൊട്ടാരത്തിൻ്റെ അങ്കണത്തിൽ ഓടിക്കളിക്കുന്നതായി അധ്യാത്മരാമായണകാരൻ വർണ്ണിക്കുന്നു. അങ്കണേ രിംഗമാണം തം തർണകാനനു സർവതഃ ദൃഷ്ട്വാ ദശരഥോ രാജാ കൗസല്യാ മുമുദേ തദാ. കൊട്ടാരത്തിൻ്റെ ആ അങ്കണത്തിൽ ഓടിക്കളിക്കുന്ന സമയത്ത് അവിടെ പൂച്ചക്കുട്ടികളുണ്ട്. ഈ പൂച്ചക്കുട്ടികളെ പിടിക്കാൻ പോകുന്നു, അതിനോടൊപ്പം കളിക്കുന്നു. ഇതൊക്കെ കണ്ട് ദശരഥനും കൗസല്യയും ആനന്ദിക്കുകയാണ്. ഭോജനം ദേഹി മേ മാതർ ന ശ്രുതം കാര്യസക്രയാ തതക്രോധേന ഭാണ്ഡാനിലഗുഡേനാഹനത്തദാ. അടുക്കളയിലെ പല കാര്യങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കൗസല്യ ഒരു ദിവസം. അപ്പോഴാണ് രാമൻ ഓടി വന്ന് ഭോജനം ദേഹി മേ മാത, അമ്മേ എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞ് കരഞ്ഞു അത്രേ. പക്ഷെ കൗസല്യ ഗൃഹകാര്യങ്ങളിൽ വ്യാപൃതയായതുകൊണ്ട് രാമൻ വന്നതും അറിഞ്ഞില്ല, ഈ ചോദിച്ചത് കേട്ടുമില്ല. ഒന്ന് രണ്ട് വട്ടം അമ്മേ എനിക്ക് വിശക്കുന്നു വിശക്കുന്നു എന്ന് രാമൻ പറഞ്ഞു. അത് കേൾക്കാതെ ഗൃഹകാര്യങ്ങളിൽ വ്യാപൃതയായിരിക്കുന്ന കൗസല്യയെ കണ്ട്, അമ്മയെ കണ്ട് രാമന് ദേഷ്യം വന്നു അത്രേ. വേഗം ഒരു വടിയെടുത്ത് ശിക്യസ്ഥം പാതയാമാസ ഗവ്യം ച നവനീതകം ക്രോധേന ഭാണ്ഡാനിലഗുഡേനാഹനത്തദാ. ദേഷ്യം വന്ന് ഒരു വടിയെടുത്ത് അവിടെയുള്ള പാത്രങ്ങളൊക്കെ തട്ടി ഉടച്ചു. മുറികളിൽ കെട്ടിയിട്ടിരിക്കുന്നതായ കലങ്ങളിലെ ആ വെണ്ണയും പാലും ഒക്കെ നിറച്ച് കെട്ടിയിട്ടിരിക്കുന്ന ആ പാത്രങ്ങൾ തല്ലി ഉടച്ചപ്പോൾ അതൊക്കെ ചിതറി വീണു. അതിലുണ്ടായിരുന്നതായ വെണ്ണയെടുത്ത് ലക്ഷ്മണായ ദദൗ രാമോ ഭരതായ യഥാക്രമം. ലക്ഷ്മണന് കൊടുക്കുന്നു, ഭരതന് കൊടുക്കുന്നു. ശത്രുഘ്നായ ദദൗ പശ്ചാദ്ദധി ദുഗ്ധം തഥൈവ ച സൂദേന കഥിതേ മാത്രേ ഹാസ്യം കൃത്വാ പ്രധാവതി. ഇങ്ങനെ രാമൻ ചെയ്തതായി വികൃതികളൊക്കെ സൂദേന കഥിതേ മാത്രേ. അടുക്കളക്കാരനുണ്ട്, ഈ അടുക്കളക്കാരനാണ് കൗസല്യയുടെ അരികത്ത് വന്ന് പറയുന്നത്, ദേവി ദാ രാമൻ പാത്രങ്ങളൊക്കെ തല്ലി ഉടച്ചിരിക്കുന്നു. ഈ വെണ്ണയും പാലും ഒക്കെ എടുത്ത് ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും ഒക്കെ ആയിട്ട് വിതരണം ചെയ്യും, സ്വയം കഴിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടപ്പോഴാണ് കൗസല്യ ചെന്ന് നോക്കുന്നത്. കൗസല്യ ചെന്ന് നോക്കുന്ന സമയത്ത് ഈ കുട്ടികളെല്ലാവരും കൂടി പൊട്ടിച്ചിരിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇങ്ങനെ വളരെ ചുരുക്കിയാണെങ്കിലും മനോഹരമായി തന്നെ അധ്യാത്മരാമായണത്തിലെ മൂലഗ്രന്ഥത്തിലെ ബാലലീല വർണ്ണിച്ചിരിക്കുന്നതായി കാണാം. പിന്നീട് കൗമാരത്തിലേക്ക് കടന്നപ്പോൾ സാക്ഷാൽ വസിഷ്ഠ മഹർഷിയുടെ ശിക്ഷണത്തിൽ ധനുർവിദ്യ വേണ്ടതുപോലെ ഈ കുമാരന്മാരെല്ലാവരും അഭ്യസിച്ചു. ആ ധനുർവിദ്യയിലെ പ്രാവീണ്യം അത്
വേണ്ടതുപോലെ വർദ്ധിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം വസിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം രാജകുമാരന്മാർ കാട്ടിലേക്ക് പോകും. ഈ കാട്ടിലെല്ലാം സഞ്ചരിച്ച് ദുഷ്ടമൃഗങ്ങളെയൊക്കെ വേട്ടയാടി അവയെ പിടിച്ചു കൊണ്ടുവന്ന് അവയെ വധിച്ച് കൂട്ടം കൂട്ടമായി കൊണ്ടുവന്ന് ദശരഥ മഹാരാജാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കും. ഇങ്ങനെ അധ്യാത്മരാമായണം, വാത്മീകി രാമായണം, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് എല്ലാറ്റിലും ഈ രംഗം വർണ്ണിക്കുന്നതായി നമുക്ക് കാണാം. അശ്വാരൂഢോ വനം യാതി മൃഗയായൈ സലക്ഷ്മണഃ ഹത്വാ ദുഷ്ടമൃഗാൻ സർവാൻ പിത്രേ സർവം ന്യവേദയൽ. അധ്യാത്മരാമായണത്തിലെ ശ്ലോകമാണിത്. കാട്ടിലേക്ക് പോകുന്ന സമയത്ത് കുതിരപ്പുറത്താണ് കാട്ടിലേക്ക് പോകുന്നത്. രാമൻ്റെ ഒപ്പം എപ്പോഴും ലക്ഷ്മണൻ ഉണ്ടാവും, ഭരതൻ്റെ ഒപ്പം എപ്പോഴും ശത്രുഘ്നനും ഉണ്ടാവും. അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് വാത്മീകി രാമായണത്തിലും. ഇവർക്ക് പരസ്പരം പിരിഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല. എവിടെ രാമനുണ്ടോ അവിടെ ലക്ഷ്മണനുണ്ട്, എവിടെ ഭരതനുണ്ടോ അവിടെ ശത്രുഘ്നനുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഈ ദശരഥ മഹാരാജാവ് പായസം വിതരണം ചെയ്ത കഥ വളരെ പ്രാധാന്യത്തോടു കൂടി എല്ലാ പുരാണങ്ങളിലും വ്യത്യസ്തമായ രീതിയിലായാലും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ കാരണം, ജനിക്കുന്നതായ ഈ കുമാരന്മാർ തമ്മിലുള്ളതായ ബന്ധത്തെ സൂചിപ്പിക്കുന്നത് കൂടിയാണ് ആ പായസ വിതരണത്തിൻ്റെ കഥ. വാത്മീകി ഈ ബന്ധത്തെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്. ലക്ഷ്മണോ ലക്ഷ്മി സമ്പന്നോ ബഹിപ്രാണ ഇവാപരഃ നചതേന വിനാ നിദ്രാം ലഭതേ പുരുഷോത്തമഃ. രാമനും ലക്ഷ്മണനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ലക്ഷ്മി സമ്പന്നനായിരിക്കുന്ന ലക്ഷ്മണൻ, ലക്ഷ്മി ഐശ്വര്യം, സർവ ഐശ്വര്യം തികഞ്ഞവനായ ലക്ഷ്മണൻ, സുന്ദരനായ ലക്ഷ്മണൻ. ആ ലക്ഷ്മണൻ മറ്റൊരു പ്രാണനെ പോലെയാണ് രാമന്, തൻ്റെ തന്നെ പ്രാണൻ. ആ ലക്ഷ്മണൻ ഇല്ലാതെ ഉറങ്ങാൻ സാധിക്കില്ല രാമന്. അതൊരു ഭാഷാപ്രയോഗമായി നമുക്ക് കാണാം. ലക്ഷ്മണനില്ലാതെ ഉറക്കം പോലുമില്ല രാമന് എന്ന് പറയുമ്പോൾ എന്തിലും ഏതിലും ഒരുമിച്ച് എന്ന അർത്ഥത്തെയാണ് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. മൃഷ്ടമന്നമുപാനീതമശ്നാതി നഹിതം വിന. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ലക്ഷ്മണനില്ലാതെ രാമൻ ഒന്നും കഴിക്കുകയില്ല, ലക്ഷ്മണനില്ലാതെ രാമൻ ഉറങ്ങുകയില്ല. ഊണും ഉറക്കവും എല്ലാം ഒരുമിച്ച്. യദാഹി ഹയമാരൂഢോ മൃഗയാം യാതി രാഘവ. കുതിരപ്പുറത്ത് കയറി കാട്ടിലേക്ക് നായാട്ടിനായി പോകുന്ന സമയത്ത് അധൈനം പൃഷ്ഠതോഭ്യേദി സധനു പരിപാലയൻ. ആ രാമന് കാവലാളായി ആ കുതിരയുടെ പിന്നിൽ, രാമന്റെ പിന്നിൽ എപ്പോഴും ലക്ഷ്മണൻ ഉണ്ടാവും എന്നാണ്. ഭരതസ്യാപി ശത്രുഘ്നോ ലക്ഷ്മണാവരജോഹിസ പ്രാണൈ പ്രിയതരോ നിത്യം തസ്യ ചാസീത് തഥാ പ്രിയ. ഭരതന്റെ ഒപ്പം എപ്പോഴും ശത്രുഘ്നനും ഉണ്ടാവും, ലക്ഷ്മണന്റെ അനുജനായ ശത്രുഘ്നൻ. അപ്പോൾ ഈ ബന്ധം അയോധ്യ എന്ന, കോസലമെന്ന ആ രാജ്യത്തിലെ രാജാവിൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രതയെ കൂടി സൂചിപ്പിക്കുന്നതാണ്. 3 ധർമ്മപത്നിമാരും ദശരഥന് സമരാണ്. അവരിലുണ്ടായതായ മക്കളും പരസ്പരം സ്നേഹത്തോടുകൂടി കഴിയുന്നു. ഇങ്ങനെയുള്ള പരസ്പര സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് പകർന്നു തന്നുകൊണ്ടാണ് ദശരഥ മഹാരാജാവിന് തൻ്റെ മക്കളോടുള്ളതായ ആഭിമുഖ്യം എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുന്ന കഥയുടെ അടുത്ത പ്രകരണത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. വസിഷ്ഠ മഹർഷിയാണ് ഗുരു. ധനുർവേദത്തിലും മറ്റ് ശസ്ത്ര അസ്ത്രങ്ങളിലുമൊക്കെ
പ്രവീണരായി രാജകുമാരന്മാർ വളർന്നു കഴിഞ്ഞു. അപ്പോൾ ദശരഥ മഹാരാജാവ് തൻ്റെ ധർമ്മപത്നിമാരുമായും തൻ്റെ പ്രിയപ്പെട്ട മന്ത്രിമാരുമായും ഒക്കെ കൂടി ആലോചിക്കുന്നുണ്ട്. ഇവർക്ക് പ്രായമായി കഴിഞ്ഞു, ഇനി വിവാഹത്തിന് വേണ്ടതായ ആലോചനകൾ തുടങ്ങാം. വീരന്മാരും വിദ്വാൻമാരുമായി മാറിയിരിക്കുന്ന വസിഷ്ഠൻ്റെ ശിക്ഷണത്തിൽ ഏറെ സാമർഥ്യമുള്ളവരായി ഇപ്പോൾ കൗമാരപ്രായത്തിലേക്ക് എത്തിയിരിക്കുന്ന തൻ്റെ മക്കൾക്ക് യോഗ്യരായിരിക്കുന്ന രാജകുമാരിമാരെ കണ്ടെത്താനുള്ള ആലോചന ആരംഭിച്ച സമയം. ആ സമയത്താണ് അയോധ്യയിലേക്ക് സാക്ഷാൽ വിശ്വാമിത്ര മഹർഷിയുടെ ആഗമനം. രാമായണത്തിൻ്റെ കഥ മറ്റൊരു ഭാവത്തിലേക്ക് മാറുകയാണ്, പരിണമിക്കുകയാണ്. ഇതുവരെയുള്ള സാമാന്യമായ കഥ രാമൻ അയോധ്യയിൽ ജനിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് പറഞ്ഞു. ആ കാരണം പറയുമ്പോഴും അവിടെ പുരാവൃത്ത രൂപത്തിൽ ഋഷ്യശൃംഖൻ്റെ കഥ പറഞ്ഞു. ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത മകളായിരിക്കുന്ന ശാന്തയുടെ ചരിത്രം പറഞ്ഞു. അശ്വമേധയാഗത്തിൻ്റെ കഥ പറഞ്ഞു. രാമൻ ജനിച്ച സമയത്ത് അധ്യാത്മരാമായണത്തിലും വാത്മീകി രാമായണത്തിലും ആ ജനന സമയം ഏത് രീതിയിലാണ് ആ രംഗം വർണ്ണിച്ചിരിക്കുന്നത് എന്നും നമ്മൾ കേട്ടു. ഇപ്പോൾ കുമാരന്മാരായി മാറിയതായ ഈ രാജകുമാരന്മാരുടെ വസിഷ്ഠൻ്റെ ശിക്ഷണത്തിൽ അവർ നേടിയതായ വിദ്യ, അതിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിശ്വാമിത്രൻ്റെ ആഗമനം. വിശ്വാമിത്രൻ രാജസദസ്സിലേക്ക് കടന്നു വരുന്ന രംഗം വാത്മീകി രാമായണത്തിലും അധ്യാത്മരാമായണത്തിലും എങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് നമ്മൾ കേൾക്കാത്ത ഒരു കഥ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാമിത്ര മഹർഷി രാജസദസ്സിലേക്ക് എത്തിയപ്പോൾ രാമനെ കാണണം എന്ന് ആഗ്രഹം പറഞ്ഞു. ആ സമയത്ത് വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് കടന്നു വന്ന രാമനെ കണ്ട് സദസ്സിലുള്ളവരും ദശരഥ മഹാരാജാവും വിശ്വാമിത്രനും പോലും അത്ഭുതപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് രാമകഥയെ ദാർശനികമായി അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്താൻ ഈ സന്ദർഭം ഉപയോഗിച്ചു എന്ന് മാത്രം. ആ ഗ്രന്ഥത്തിൻ്റെ പേര് യോഗവാസിഷ്ടം എന്നാണ്. കാരണം അവിടേക്ക് കടന്നു വരുന്ന രാമനെ യോഗവാസിഷ്ടത്തിൽ അവതരിപ്പിക്കുന്നത് എത്രയോ ദിവസങ്ങളായി കുളിച്ചിട്ട്, എത്രയോ ദിവസങ്ങളായി വസ്ത്രം മാറിയിട്ട്, നഖം വെട്ടാതെ, മുടിയൊക്കെ അലസമായി, ഭക്ഷണം കഴിച്ചിട്ട് പോലും ദിവസങ്ങളായി എന്ന് തോന്നും വിധം ഉള്ള ഒരു രാമനെ യോഗവാസിഷ്ടത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കടന്നു വന്നതായ ആ രാമനെ നിസ്സംഗഭാവത്തിൽ, ജീവിതത്തിൽ ഒന്നും ഇനി ചെയ്യാനില്ല എന്ന ഭാവത്തിൽ, യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായിരിക്കുന്ന ഈശ്വരൻ എൻ്റെ ഉള്ളിലിരുന്ന് എന്നെക്കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്നു, അല്ലാതെ എനിക്ക് ഈ ലോകത്തൊന്നും ചെയ്യാനില്ല എന്ന ഭാവത്തിൽ വർത്തിക്കുന്നതായ രാമനെ കർമ്മോത്സുകതയിലേക്ക് നയിക്കുന്ന ഉപദേശമായിട്ടാണ് യോഗവാസിഷ്ടം എന്ന ദാർശനികമായിരിക്കുന്ന രാമകഥ ഉണർന്നൊഴുകുന്നത്. എന്തായാലും നമുക്ക് യോഗവാസിഷ്ടം വിശദീകരിക്കുവാൻ അതിന് തക്കതായ ഒരു സന്ദർഭത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വിശ്വാമിത്ര ആഗമനത്തിൻ്റെ കഥ വാത്മീകി രാമായണത്തിലും അധ്യാത്മരാമായണത്തിലും എങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു എന്ന് അടുത്ത അധ്യായത്തിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. രാമ 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 രാമ
രാമ രാമ രാമ രാമ രാമ രാമ രാമ